Good morning. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി മാനേജ്മെന്റ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ വരെയല്ലേ എടുത്തത്? ആണോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മളെ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ കഴിഞ്ഞു അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ഥാപനത്തിന് അംഗീകാരം നൽകുന്ന അല്ലെ, ഒരു ഔദ്യോഗിക അംഗീകാരം നൽകുന്ന പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് JCI ആണ്, JCI. രണ്ടാമത്തതാണ് NAB. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് NAB നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇനി JCI ആണ് നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ് JCI. അതായത് ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് JCI. അപ്പൊ ആ JCI കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. Okay, introduction to JCA, the Joint Commission International. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആ ഒരു എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Joint Commission International, Joint Commission International was established in the late 1990s to observe hospitals outside the United States. എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCA എന്ന് പറയുന്ന സ്ഥാപനം 1990s 1990കളുടെ അവസാനത്തോടുകൂടി രൂപീകൃതമാവുകയും അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അത് മെയിൻ ആയിട്ട് അതിന്റെ ബേസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അതിന്റെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ JCA എന്ന് പറയുന്നത്. ഇനി അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമല്ല അതിന് പുറത്തുള്ള ആശുപത്രികളെയും നിരീക്ഷിക്കാനായിട്ട് സ്ഥാപിതമായ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനയാണ് JCA എന്ന് പറയുന്നത്. And JCA, which is also not for profit, presently accredit facilities in Asia, Europe, the Middle East and South America. ഇനി JCA എന്ന് പറയുന്നത് is also not for profit ആണ്, ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. And presently നിലവില് അവര് അക്രഡിറ്റേഷൻ സൗകര്യങ്ങള് എവിടെയൊക്കെ നൽകുന്നുണ്ട്? ഏഷ്യയില്, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റില് ആൻഡ് സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളില് അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് നിലവിൽ അവര് അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. ആൻഡ് എ കൗണ്ട് ഓഫ് JCA, ഇനി ഒരു JCA-യുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. The accredited hospitals worldwide, രാജ്യമെമ്പാടും JCA accredited ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ എണ്ണമാണ് പറയാൻ പോകുന്നത്. As listed on the JCA website till 2015, 2015 JCA-യുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത പ്രകാരം ലിസ്റ്റ് ചെയ്ത പ്രകാരമുള്ള കണക്കില് JCA accredited ആയിട്ടുള്ള ഹോസ്പിറ്റൽ ലോകമെമ്പാടുമുള്ള ആശുപത്രികളെ കൺസിഡർ ചെയ്താണ് പറയുന്നത്. അതിൽ JCA accredited ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? Shows 820 hospitals in 47 and above countries. എത്ര ഹോസ്പിറ്റലുകളാണുള്ളത്? 47 അതിൽ കൂടുതലും രാജ്യങ്ങളിലായിട്ട് മൊത്തം JCA അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ള ആശുപത്രികളുടെ എണ്ണം എന്ന് പറയുന്നത് 820 ഹോസ്പിറ്റലുകൾക്കാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്ന പറഞ്ഞേ? 21 ഹോസ്പിറ്റൽസ് ആണ് ഇന്ത്യയില് JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ ഏതൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിലുള്ളത്? ഏതൊക്കെയാണ് മിസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞിരുന്നോ? ആസ്ട്ര, രാജഗിരി, ദെൻ അഹല്യ ഐ ഫൗണ്ടേഷൻ പാലക്കാടുള്ളത്, അതുപോലെ മേത്ര ഹോസ്പിറ്റൽ കാലിക്കറ്റ്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു 4 ഹോസ്പിറ്റലാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ ഉള്ളത്. ഇതുപോലെ ഇന്റർനാഷണൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ടത് അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള ആശുപത്രികളാണ്. നോക്കിയേ,
ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത് 21 ഹോസ്പിറ്റലുകളാണ് ഇന്ത്യയിലുള്ളത്. ഇത്രയും മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കിയേ, JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ, നമുക്കറിയാം അതിന് എക്സ്പാൻഡ് ഫോം എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ US ബേസ്ഡ്, ഇതൊരു US ബേസ്ഡ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി, ഒരു ലാഭേച്ഛയില്ലാത്ത US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഒരു ലാഭേച്ഛയില്ലാത്ത എന്താ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഔദ്യോഗിക അംഗീകാരം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനയാണ് JCA എന്ന് പറയുന്നത്. which sets and addresses standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. ഇനി എന്താ, അവരൊരു ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ്. ഈ JCA എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഒരു കൂട്ടം മാനദണ്ഡങ്ങള് എന്ത് ചെയ്യും, ആ ഒരു സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. ആ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിന് ഈ JCA അംഗീകാരം കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കുക, അവര് പറഞ്ഞിട്ടുള്ള അവര് നിർദ്ദേശിച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അല്ലെ, പേഷ്യൻസിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെ, അവരുടെ ആ ഒരു പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, ആ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൃത്യമായിട്ട് അവരെ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിറവേറ്റുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് അവർക്ക് JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇനി അതിൽ ആ ഒരു പ്രകടന നിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഹോസ്പിറ്റലിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ അതിന്റെ കീ ഫങ്ഷണൽ ഏരിയാസ്, പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളായിട്ടുള്ള ലൈക് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏരിയ, ആൻഡ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏരിയ, ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലെയും ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അവർ ആ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം ഈ പറയുന്ന പ്രവർത്തന മേഖലകളിൽ കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് JCA ആ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. നെക്സ്റ്റ് നോക്കിയേ, JCA's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, JCAയുടെ ഗോൾ എന്താണ്, എന്താണ് JCAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, is to improve the quality of healthcare in the international community by giving worldwide accreditation services. അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അല്ലെ, ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCAയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്, ലോകമെമ്പാടും ഈ പറയുന്ന അക്രഡിറ്റേഷൻ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് JCAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു JCA എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. JCA എന്ന് പറയുന്നത് അതൊരു US ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ലാഭേച്ഛ ഇല്ലാത്തൊരു അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് JCA. ഇതിന്റെ എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അത് 1990s അവസാനത്തോടു കൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അതിന്റെ ബേസ് എങ്കിൽ പോലും അവിടെ മാത്രമല്ല അത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന്റെ പുറത്തുള്ള US-ന് പുറത്തുള്ള സ്ഥാപനങ്ങളെയും കൂടി നിരീക്ഷിച്ച് അംഗീകാരം കൊടുക്കാൻ വേണ്ടി സ്ഥാപിതമായൊരു ഓർഗനൈസേഷൻ ആണ് JCA എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിലവിൽ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, അക്രഡിറ്റേഷൻ ഫെസിലിറ്റികൾ ഏഷ്യയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ആൻഡ് സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളിൽ നൽകുന്നുണ്ട്. JCAയുടെ 2015 ലിസ്റ്റ് പ്രകാരം രാജ്യത്തെമ്പാടുമുള്ള JCA അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, മൊത്തം 820 ഹോസ്പിറ്റലുകളാണ്. അതിൽ 21 ഹോസ്പിറ്റലുകൾ നമ്മുടെ ഇന്ത്യയിലാണ്. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്, ഈ JCA എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ അക്രഡിറ്റേഷൻ നൽകണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ഥാപനത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊടുക്കുന്നുണ്ട്.
അല്ലെ, മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അല്ലെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് അവര് അംഗീകാരം നൽകുന്നത്. പ്രധാനമായിട്ടും ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഏത് ഫങ്ഷണൽ ഏരിയാസിനെ കേന്ദ്രീകരിച്ചാണ്? അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, അതുപോലെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ പേഷ്യൻസിന്റെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലും ഉള്ള ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം കൃത്യമായിട്ട് ഈ പറയുന്ന പ്രവർത്തന മേഖലകളിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു പ്രകടനമാണോ ആ സ്ഥാപനം കാഴ്ചവെക്കുന്നത്, അതിനനുസരിച്ചാണ് ഈ JCE അവർക്ക് അംഗീകാരം നൽകുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മള് JCEയുടെ പ്രധാന ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യമാണ് പറയുന്നത് അല്ലെ. എന്താണ് പ്രധാന ലക്ഷ്യം? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ എന്താണ് നല്ല ഗുണനിലവാരമുള്ളൊരു ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക എന്നതാണ് JCEയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു? രാജ്യമെമ്പാടും ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകുന്നു. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, JCEയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. The JCE standards would take us to improved patient care, safety and path of continuous quality improvement. ഇനി എന്താ ഒരു JCE മാനദണ്ഡങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ അതുവഴി ആ ഒരു സ്ഥാപനത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? Take us to improve patient care അല്ലെ. ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കുക അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ അവർക്ക് കൊടുക്കുന്ന സുരക്ഷ അല്ലെ, പേഷ്യൻസിന്റെ രോഗി സുരക്ഷ മെച്ചപ്പെടുത്താൻ സാധിക്കും. ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതുപോലെ തുടർച്ചയായ നല്ല ഗുണനിലവാരമുള്ള ആ ഒരു ഓരോ പരിചരണങ്ങളിലും തുടർച്ചയായിട്ട് നല്ലൊരു ക്വാളിറ്റിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഈ JCEയുടെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നത് വഴി സാധിക്കും. JCEയുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും അത് ഫിക്സഡ് അല്ല അല്ലെ. അവരെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് പരിഷ്കരിക്കും ഇല്ലേ. അപ്പൊ ആ പരിഷ്കരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട പരിചരണം കൊടുക്കാൻ പറ്റും, നല്ല രോഗി സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും, അതുപോലെ തുടർച്ചയായ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താനും ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ് third party and insurance confidence and would provide us a competitive edge. എന്താ ഇപ്പൊ ഒരു JCE അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ ആ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട ആളുകൾ അവര് പേഷ്യൻസ് ആ ഒരു സ്ഥാപനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ, രോഗികൾ അവിടെ ചെല്ലാറുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി, അതുമായി ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എക്സ്റ്റേണൽ ഏജൻസികൾ ഉണ്ടാവുമല്ലോ അല്ലെ. ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പൊ അവരാണ് തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഷുറൻസ് ഉണ്ടാവില്ലേ ഇല്ലേ, ഇൻഷുറൻസ് കമ്പനികളും കാര്യങ്ങളല്ലേ ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരു സ്ഥാപനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു JCE അക്രഡിറ്റേഷൻ കിട്ടി എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആ ഒരു സ്ഥാപനത്തോടുള്ള ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് അത് സാധിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ സ്ഥിരം പേഷ്യന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഒരു JCE അക്രഡിറ്റേഷൻ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു അക്രഡിറ്റേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും ആ സ്ഥാപനത്തെ കുറിച്ച് എന്താണ് നല്ലൊരു കോൺഫിഡൻസ് അല്ലെ, ആ സ്ഥാപനത്തിലേക്ക് പോകാനും അവരുമായിട്ട് മറ്റ് പല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഉള്ള ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ അക്രഡിറ്റേഷൻ സഹായിക്കും. Then would provide us a competitive edge എന്ന് പറയുന്നത് ഒരു മത്സരാധിഷ്ഠിത നേട്ടം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റ് സാധാരണ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട്, കോമ്പറ്റേറ്റീവ് ആണ്. ഇപ്പൊ എല്ലാം കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണ് അല്ലെ, ഒരു കോമ്പറ്റീഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഒരു അക്രഡിറ്റേഷൻ JCEയുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അത് അവരുടെ എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് അല്ലെ, ഒരു മത്സരാധിഷ്ഠമായ ഒരു നേട്ടം തന്നെയല്ലേ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനും തേർഡ് പാർട്ടി സംഘടനകൾക്കും ഇൻഷുറൻസിനും മുതലായ എല്ലാവർക്കും നല്ലൊരു ആത്മവിശ്വാസത്തെ അതുവഴി ശക്തിപ്പെടുത്തി
ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് വഴി ആ ഒരു സ്ഥാപനത്തിന് ഒരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. Then last point, JCA accreditation is the gold standard for quality. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. JCA accreditation is the gold standard for quality. ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിനുള്ളൊരു എന്താണ് സുവർണ നിലവാരം അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുന്നത് JCA അക്രഡിറ്റേഷൻ. അത്രയും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു അംഗീകാരമാണ് JCA കൊടുക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരമാണ്. അപ്പൊ അതെപ്പോഴും അവർക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്, ഒരു സുവർണ നിലവാരമാണ് JCA അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം അവർക്ക് അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് കിട്ടി എന്നുണ്ടെങ്കിൽ അത് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്? ദ പ്രൊവിഷൻ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താ അവിടെ ആ ഒരു സ്ഥാപനത്തിന് നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണവും രോഗി സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത് അല്ലെ? നല്ലൊരു അക്രഡിറ്റേഷൻ, ഇങ്ങനെ ഒരു JCA അക്രഡിറ്റേഷൻ കിട്ടി അവർക്ക്. അപ്പൊ അതെന്താണ്? ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്, ഗുണനിലവാരത്തിനുള്ളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആ സ്ഥാപനത്തിന് കിട്ടിയാൽ അതെന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അതിൽ നിന്ന് നമുക്ക് എന്താണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ഒരു സ്ഥാപനത്തിൽ നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണവും രോഗി സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ലാസ്റ്റ് 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓ, നമ്മുടെ JCAയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ JCAയുടെ സ്പെല്ലിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് JCI ആക്കുക കേട്ടോ. ആ രണ്ട് താഴത്തെയും ആ ഒരു JCA എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. JCI ആക്കുക കേട്ടോ. അതെ, നോക്കിയേ, JCA അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ നോക്കിയേ. JCA accredits 8 types of health care programs. എത്ര തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ചോദിക്കാം. എത്ര തരത്തിലുള്ള ഹോസ്പിറ്റലുകൾക്കാണ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? 8 types ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിയേ, JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത്. അതിൽ ഒന്നാമത് നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലുകൾക്കാണ്. നമ്മൾ ജസ്റ്റ് അതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ ഇത്രയും നേരം പഠിച്ചതും അത് തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലുകൾക്ക് JCA ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരം കൊടുക്കാറുണ്ട്. ഇനി മറ്റേത് ഹെൽത്ത് പ്രോഗ്രാമുകൾക്കാണ് കൊടുക്കുന്നത് നോക്കിയേ. സെക്കൻഡ് വൺ ആണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. അതിനൊരു എക്സാമ്പിൾ പറയാമോ? നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലം തന്നെയാ. എന്താണ്? പേരിൽ നിന്ന് എനിക്ക് കിട്ടില്ലേ? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോ എന്താ? മെഡിക്കൽ കോളേജുകളൊക്കെ അല്ലെ. വെരി ഗുഡ്. മെഡിക്കൽ കോളേജുകളൊക്കെ എന്താണ്? അതൊരു ഹോസ്പിറ്റൽ തന്നെയല്ലേ അല്ലെ. ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവിടെ പ്രധാനമായിട്ടും മെഡിക്കൽ സ്കൂളുകളുള്ള ഹോസ്പിറ്റലുകളാണ് അല്ലെ. അവിടെ എഡ്യൂക്കേഷൻ, റിസർച്ച് അല്ലെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, റിസർച്ച് മുതലായ കാര്യങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ. ഹോസ്പിറ്റലുകളാണ് എന്തെന്ന് പറയുന്നേ? ഈ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. അവർക്കും അക്രഡിറ്റേഷൻ കൊടുക്കാറുണ്ട്, JCA അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. തേർഡ് വൺ ആണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ അല്ലെ, ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സെറ്റിംഗ്സിനെയാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾ. അതൊരു ഡോക്ടേഴ്സ് ഓഫീസ് ആവാം, ക്ലിനിക്സ് ആവാം, മുതലായ എല്ലാം നമുക്ക് ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾ ഉൾപ്പെടുത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക്
സ്ഥാപനങ്ങൾക്കും ആര് അക്രഡിറ്റേഷൻ കൊടുക്കാറുണ്ട്? JCA അംഗീകാരം നൽകാറുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. കൃത്യമായി നല്ല ഉയർന്ന ലെവലിലുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് നൽകുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്, നമ്മുടെ ലാബുകൾ അല്ലെ, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു ലാബ് അല്ലെങ്കിൽ ലബോറട്ടറി ആണെങ്കിൽ അവർക്കും JCA അംഗീകാരം നൽകാറുണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് ഹോം കെയർ ഫെസിലിറ്റീസ്. എന്താണ് ഹോം കെയർ ഫെസിലിറ്റീസ്? എന്താണ് ഹോം കെയർ? അവർ വീടുകളിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് അല്ലെ, അവര് സ്റ്റേ ഹോം ആണ്, അവരുടെ വീടുകളിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കുന്ന സംഘടനകളെയാണ് ഹോം കെയർ ഫെസിലിറ്റികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും എന്ത് കൊടുക്കാറുണ്ട്? JCA അംഗീകാരം നൽകാറുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ദീർഘകാല പരിചരണം കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സംഘടനകള് ഏതൊക്കെയായിരിക്കും? റിട്ടയർമെന്റ് ഹോമുകളാവാം, പാലിയേറ്റീവ് കെയറുകളാവാം അല്ലെ, പിന്നെ ഏതൊക്കെ വരാം? നഴ്സിംഗ് ഹോമുകളാവാം അല്ലെ, അതുപോലെ ഒരുപാടുണ്ട് അല്ലെ, നമ്മുടെ അഡൾട്ട് ഹോംസ് ആവാം, മുതലായവിടെയൊക്കെ നമുക്ക് ലോങ് ടേം ആയിട്ട് അവർക്ക് പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് അല്ലെ. അവർക്കും അവരുടേതായ ക്വാളിറ്റിയും മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള JCA അക്രഡിറ്റേഷന്റെ അംഗീകാരം നൽകാറുണ്ട്. നെക്സ്റ്റ് ആണ് സെവൻത് വൺ ആണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്. എന്തായിരിക്കും മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ? എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളാ? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കുന്ന, അതെ വെരി ഗുഡ്, ആംബുലൻസ് അല്ലെ, റോഡ് ആംബുലൻസുകള്, എയർ ആംബുലൻസുകള് മുതലായ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. ലാസ്റ്റ് 8th പ്രോഗ്രാം ആണ് പ്രൈമറി കെയർ സെന്റർ. എന്താ? പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ. ഏതായിരിക്കും? നമുക്കറിയാവുന്ന പ്രാഥമിക പരിചരണ കേന്ദ്രം വെരി ഗുഡ്, PHC അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്ററുകള് മുതലായതിനൊക്കെ JCA അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. അപ്പൊ JCA മൊത്തത്തിൽ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം നൽകുന്നത്. 8 എണ്ണവും നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വണ് ഹോസ്പിറ്റല്, സെക്കൻഡ് തന്നെ ഏതായിരുന്നു? അക്കാഡമിക്, മെഡിക്കൽ സെന്റർ, ഹോസ്പിറ്റലുകൾ. ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഈ 8 എണ്ണത്തില് എത്ര തരത്തിലുള്ളതാണെന്ന് ചോദിക്കാറുണ്ട്. 8 ടൈപ്സ് ആണ്. അതുപോലെ പിന്നെ ഒരു ചോദ്യം വരാവുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആവാത്തത് എന്ന രീതിയിൽ ചോദിക്കുമ്പോ ആ ഒരു ഭാഗം എങ്ങനെയാണ് 8 എണ്ണവും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ ഇല്ലാതെ ഉൾപ്പെടാത്തത് ഏതാണെന്നും ഉൾപ്പെടുന്നത് ഏതാണെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. തേർഡ് വൺ ഏതായിരുന്നു? ആംബുലറ്ററി കെയർ ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ലബോറട്ടറികൾക്ക് കൊടുക്കുന്നുണ്ട്, ഹോം കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്, ആൻഡ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസിനും പ്രൈമറി കെയർ സെന്ററുകൾക്കും കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് JCA അവിടെ JCA 5th എഡിഷൻ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയി നമുക്ക് നോക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ തന്നിരിക്കുന്നത് JCA 5th എഡിഷൻ ആണ്, 5ാമത്തെ പതിപ്പാണ്. ഓരോ ഇവർ എന്ത് ചെയ്യും? പബ്ലിക്കേഷൻസ് ഇറക്കും അല്ലെ, ഓരോ പതിപ്പ് അവർ എന്ത് ചെയ്യും? ഇത്ര വർഷം കൂടുമ്പോ ഇറക്കും. അപ്പൊ ആ ഒരു 5ാമത്തെ പതിപ്പ് മാത്രമാണ് നമുക്ക് ഇവിടെ അത് എന്താണ് അതിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5th എഡിഷൻ ആണ് തന്നിരിക്കുന്നത്. എഫക്റ്റീവ് ഫ്രം 1st April 2014. ഈ JCA 5th എഡിഷനിൽ 5ാമത്തെ പതിപ്പ് പ്രാബല്യത്തിൽ വന്നത് 1st April 2014 Then consists of 4 sections. ഇതിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞേ? 4 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. അങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ 5th എഡിഷൻ ഉള്ളത്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ ആ സെക്ഷനുകളില്ലേ. ഇപ്പൊ സെക്ഷൻ 1ൽ എന്താണ് നോക്കി? സെക്ഷൻ 1ൽ എന്താണ് നോക്കി? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, ദാറ്റ് ഈസ് APR. ഇതിൽ കൂടുതലും നമ്മുടെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും ആണ് വരുന്നത് കേട്ടോ. അത് നോക്കി വെക്കണം കേട്ടോ. അതിന് ഇമ്പോർട്ടന്റ് ഏതാന്നുള്ളത് മിസ് പറഞ്ഞു തരാം. അത് സ്ട്രെസ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 1-2 വീതം ഓരോന്നിൽ നിന്നും പഠിക്കാനുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ
നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അത് പഠിക്കുക കേട്ടോ. കൂടുതലും അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. നോക്കിയേ, നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാല് സെക്ഷൻ 1 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്താണ് പ്രധാനമായിട്ടും സെക്ഷൻ 1 കൈകാര്യം ചെയ്യുന്നത്. സെക്ഷൻ 1 എന്താ പറയുന്നത്? ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, ദാറ്റ് ഈസ് APR. എന്താണ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല്? ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് ആ സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റല് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 വരുന്നത്. ഇപ്പൊ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, നമ്മൾ 8 തരത്തിലുള്ള പ്രോഗ്രാംസ് പഠിച്ചു അല്ലെ. ആ ഒരു സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 1 വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് സെക്ഷൻ 1 എന്നത് ചോദിക്കാം കേട്ടോ. സെക്ഷൻ 2 എന്ന് പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. എന്താണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങള്. പേഷ്യൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് അവരുടെ ഫോക്കസ് ചെയ്യുന്നത്. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഈ സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 2 വരുന്നത്. സെക്ഷൻ 3 എന്താന്ന് നോക്കിയേ. സെക്ഷൻ 3 വരുന്നത് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഇതിപ്പോ ഒരു ഹോസ്പിറ്റൽ ആവാം, ഒരു ഹോം കെയർ ഫെസിലിറ്റി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു PHC പോലെയുള്ള ഒരു സ്ഥാപനമാവാം. അങ്ങനെ ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെയും അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിചരണ സംഘടനയുടെയും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അതാണ് സെക്ഷൻ 3 വരുന്നത്. സെക്ഷൻ 4 എന്താ? ഇൻക്ലൂഡ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്താ നമ്മൾ പറഞ്ഞു, അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, മെഡിക്കൽ കോളേജുകളൊക്കെ. അപ്പൊ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 വരുന്നത്. ക്ലിയർ ആയോ? ഈ 4 സെക്ഷന്റെയും ആ ഹെഡിങ് മനസ്സിലായോ? ഓക്കെ ആണോ? അത് ക്ലിയർ ആയാലേ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാം. അത് പറഞ്ഞാലേ നിങ്ങൾക്ക് അതിനോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാം, ഫൈനൽ എക്സാം എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 4 പേപ്പർ ആയിട്ട് തിരിച്ചിരിക്കുകയാണ് അല്ലെ നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ, അല്ലെ? 4 പേപ്പർ ആയിട്ടല്ലേ തിരിച്ചിരിക്കുന്നേ. അതുപോലെ തന്നെ ഇവിടെയും എത്ര സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്? എത്ര സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നേ? 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. അങ്ങനെ 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രത്യേകത, നിങ്ങളുടെ ഓരോ പേപ്പറിന്റെ ഉള്ളിലും എന്തൊക്കെയാ വരുന്നത്? എന്താണ് വരുന്നത്? എന്തിന്റെ ബേസിസിൽ ഓരോ പേപ്പർ ആയിട്ട് തിരിച്ചിരിക്കുന്നേ? അതിന് കീഴിൽ എന്താ വരുന്നേ? ഒരു പേപ്പർ എടുത്താല് ആ ഒരു പേപ്പറിന്റെ ഉള്ളിൽ എന്താ വരുന്നേ? എന്താ വരിക? എന്താണ് വരിക? ആ ഒരു പേപ്പറിനുള്ളിൽ നിങ്ങൾ എന്താ പഠിക്കുക? ഓരോ ചാപ്റ്റേഴ്സ് അല്ലേ പഠിക്കുന്നേ? വെരി ഗുഡ്, ഓരോ ചാപ്റ്റേഴ്സ് അല്ലേ പഠിക്കുന്നേ? അതുപോലെ തന്നെ ഇവിടെ 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷന്റെ ഉള്ളിൽ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം തന്നെ എന്താണ്? ചാപ്റ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇവിടെ ചാപ്റ്റേഴ്സ് തന്നെയാ പറയുന്നത് കേട്ടോ. ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ 4 സെക്ഷൻ ആയിട്ട് നമ്മൾ അതുപോലെ തന്നെ നിങ്ങളുടെ മോഡ്യൂൾ വൈസ് അല്ലെങ്കിൽ പേപ്പർ വൈസ് ആയിട്ട് തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളില് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഈ 4 സെക്ഷനിലേക്കും ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലെ ഫസ്റ്റ് സെക്ഷനിൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു 5th എഡിഷനിൽ ചാപ്റ്റേഴ്സ് ഇല്ല. ബാക്കി 3 സെക്ഷനിലും എന്തുണ്ട്? ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്താ ഫസ്റ്റ് സെക്ഷനെ പറഞ്ഞേ? ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1. എന്നാൽ സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 മുതലായ കുറെ ചാപ്റ്റേഴ്സ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ആ ചാപ്റ്റേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനുള്ളിൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? ആ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഇവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ചാപ്റ്ററിനുള്ളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും.
ക്ലിയർ ആയോ? അത്രയും ഭാഗം ഓക്കെയാണോ? സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ചാപ്റ്ററിനുള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അപ്പൊ ഒരു 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ടാവും? ആ 4 സെക്ഷൻസിനുള്ളിലായിട്ട് ചാപ്റ്റേഴ്സ് തിരിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഇനി ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും എന്താവും? അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഓക്കെയാണോ? ജനറൽ ആയിട്ടുള്ള കാര്യം അത്രയും മനസ്സിലായോ? ഓക്കെ, അത് മനസ്സിലായാലേ നെക്സ്റ്റ് പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിനു വേണ്ടി മനസ്സ് പറഞ്ഞു തരുന്നത് നേരത്തെ. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ എന്താ? കൃത്യമായ മാനദണ്ഡങ്ങളാണ് അല്ലെ. ആ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മാർക്ക് ഇടണം, സ്കോർ ചെയ്യണ്ടേ? എന്നാലല്ലേ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ. അവർ സ്കോർ ചെയ്യണമെങ്കിൽ അതിന് അവർ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡ്സിനുള്ളിലുള്ള മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? അളക്കാൻ പറ്റുന്ന ഘടകങ്ങള്. അതെന്തായിരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനൊരു എക്സാമ്പിൾ മിസ് പറയാം. ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കാം. അതിനുള്ളിൽ ഒരുപാട് മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും, അളക്കാൻ പറ്റുന്നത്. അതെന്തൊക്കെയായിരിക്കും മെഷറബിൾ എലമെന്റ്സ് വരാ? അതായത് ഒരു സേഫ്റ്റിയാണ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണെങ്കിൽ ഒരുപാട് മെഷറബിൾ എലമെന്റ്സ്, ടൂൾസ് ഉണ്ടാവും, ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലെ. എന്തൊക്കെയായിരിക്കും അവിടെ വരുന്ന? ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ട് അല്ലെ, സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ ഇത്, ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട്, അതിനുള്ളിൽ അവിടെ സംഭവിക്കാവുന്ന മറ്റ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട്. നിങ്ങൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ എത്രത്തോളം ഉണ്ട്. അതുപോലെ അവിടെ അവരുടെ സേഫ്റ്റി പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈന്റ്സ് എത്രത്തോളം ഉണ്ട്. ക്ലിയർ ആയോ? അത് അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സ് എല്ലാം കൃത്യമായി നോക്കിയിട്ടാണ് അവിടെ നമ്മൾ ആ സ്റ്റാൻഡേർഡിന് എന്ത് കൊടുക്കുന്നത്? സ്കോർ കൊടുക്കുന്നത്. അതാണ് അതിനുള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. പല ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ എടുക്കുന്നത്. അതാണ് അവിടുത്തെ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അതിന് താഴെ വരുന്നത് എന്താണ്? മെഷറബിൾ എലമെന്റ്സ് ആണ്. ക്ലിയർ ആയോ? അത് ആ 4 ഭാഗം ഒക്കെയാണ്. ഫസ്റ്റ് വരുന്നത് 4 സെക്ഷൻ ആയി തിരിക്കുന്നു. അതിനുള്ളിൽ എന്തുണ്ട്? ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഈ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ കൃത്യമായി സ്കോർ കൊടുക്കണമെങ്കിൽ അതിനുള്ളിലുള്ള ഇങ്ങനെയുള്ള മെഷറബിൾ എലമെന്റ്സ് ചെക്ക് ചെയ്യണം. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓ, ഇനി ശ്രദ്ധിച്ചേ നിങ്ങള്. നമ്മൾ സെക്ഷൻ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. സെക്ഷൻ 1 വേറെ ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. സെക്ഷൻ 1 നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ നേടുന്നതിന് വേണ്ടി ആ ഒരു സ്ഥാപനം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത് കേട്ടോ. അതാണ് APR. എല്ലാത്തിന്റെയും ഷോർട്ട് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 2 നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാം എന്താണ്? അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിസ്, സെക്ഷൻസിനുള്ളിൽ ചാപ്റ്റേഴ്സ് വരുന്നത്. 10 സെക്ഷനിൽ ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. എന്നാൽ സെക്ഷൻ 2, 3, 4 മുതലായവയില് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ക്ലിയർ ആണോ? IPSG ഫസ്റ്റ് വരുന്നതാണ്. IPSG എന്ന് പറഞ്ഞാൽ അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ, IPSG, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. IPSG, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. കിട്ടിയോ? എഴുതിയോ? IPSG. ഓക്കെ, എന്താണ് അവിടെ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും മാത്രമേ ചോദിക്കാറുള്ളൂ. അല്ലാതെ ഇതിനുള്ളിൽ വരുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അതുപോലെ നാബ് വരുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കി ഒന്ന് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ IPSG ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ ആണ്. പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ വരുന്നത്.
രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ACC. എന്താണ്? അസിസ്റ്റ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ ഒരു പേഷ്യന്റ് വരുമ്പോ ആ പേഷ്യന്റ് ആ ഒരു പരിചരണത്തിലേക്ക് അവരുടെ പ്രവേശനം എങ്ങനെയാണ്, ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച എങ്ങനെയാണ് എന്നുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉൾപ്പെടുന്നതാണ് ACC എന്ന് പറയുന്ന ചാപ്റ്റർ. APFR അതില് IPSC ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, IPSC ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് PFR. അതൊന്നും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് മാർക്ക് ചെയ്തിരുന്നോ കേട്ടോ. PFR എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അത് ചോദിക്കാം. PFR-ന്റെ എക്സ്പാൻഡ് ചെയ്താണ്, അല്ലെങ്കിൽ PFR സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ PFR എന്ന് പറയുന്ന പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, പേഷ്യൻസിന്റെയും അവരുടെ ഫാമിലിയുടെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. AOP അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ നിലവാരം, അവരുടെ ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് AOP എന്ന് പറയുന്നത്. COP കെയർ ഓഫ് പേഷ്യൻസ് ആംബുലറ്ററി, ഏത് തരത്തിലുള്ള പരിചരണമാണ് അവർക്ക് ആവശ്യമായി വരുന്നത് എന്നത് തീരുമാനിക്കുന്ന ചാപ്റ്റർ ആണ് COP എന്ന് പറയുന്ന ചാപ്റ്റർ. ASC എന്താണ്? ASC അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, അനസ്തേഷ്യയും സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പരിചരണങ്ങള്. MMU അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, MMU ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞുള്ള PFE ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 എണ്ണമാണ് മിസ് ഇതിൽ നിന്ന് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ? IPSC പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് ഏതാ പറഞ്ഞത്? PFR ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് MMU. എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ മാനേജ്മെന്റും ഉപയോഗവും. PFE എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായ അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് PFE. അതുപോലെ തന്നെ PFR-ഉം PFE-യും മാറിപ്പോവാട്ടോ. PFE എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ ആണ്. PFR എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 എണ്ണം പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്ട്രെസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. സെക്ഷൻ 2 എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റ് സെന്റേർഡ് ആണ്, പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വരുന്ന ചാപ്റ്ററുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും മാത്രം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അത്രയും ഭാഗം സെക്ഷൻ 2 വരെ ഓക്കെ ആണോ? ഓക്കെ. സെക്ഷൻ 3 ആണ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ആ ഒരു സ്ഥാപനം, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3 വരുന്നത്. നോക്കിയേ, അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? QPS എന്താ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് കെയർ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേ. QPS ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി QPS. അപ്പൊ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സ്ഥാപനത്തിന്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അവരുടെ ആ ഒരു ഗുണനിലവാരം, കൊടുക്കുന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അവിടെ വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അത് ആ സ്ഥാപനത്തിന്റെ ഡ്യൂട്ടി അല്ലേ, അവരുടെ മാനേജ്മെന്റിന്റെ കാര്യമല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. അതാണ് QPS എന്ന് പറയുന്നത്. PCA എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് ലബോറട്ടറി അല്ലെ. ഇൻഫെക്ഷൻസിനെ ഇപ്പൊ ലബോറട്ടറി ആണെങ്കിലും ആ സ്ഥാപനത്തിലാണെങ്കിലും അവരുടെ എന്ത് ചെയ്യണം? ആ ഇൻഫെക്ഷൻസിനെ തടയുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് PCA എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? GLD എന്താ? ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവേണൻസ് എന്ന ഭരണം, ലീഡർഷിപ്പ് എന്ന് പറയുന്ന നേതൃത്വം, ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ഇങ്ങനെയുള്ള ഗവേണൻസ്, ഭരണവുമായി ബന്ധപ്പെട്ട നേതൃത്വം, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന മാനദണ്ഡങ്ങളാണ് ഈ GLD എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. FMS അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അവിടെ അവർക്ക് കൊടുക്കുന്ന അവരുടെ പേഷ്യൻസിനും ക്ലയൻസുകൾക്കും കൊടുക്കുന്ന ഫെസിലിറ്റികൾ, സൗകര്യങ്ങളുടെ മാനേജ്മെന്റും സുരക്ഷയും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് FMS എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. Then fifth one ആണ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അന്നത്തെ ജീവനക്കാരുടെ ക്വാളിഫിക്കേഷനും വിദ്യാഭ്യാസവും. Then sixth one ആണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. വരുന്ന ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് MOI എന്ന് പറയുന്നത്. സെക്ഷൻ 3 നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞത്. QPS പറഞ്ഞു, അതുപോലെ തന്നെ FMS പറഞ്ഞു. സെക്ഷൻ 3 വരുന്ന ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ചാപ്റ്ററുകളിൽ വരുന്നത്. ക്ലിയർ ആണോ അത്? സെക്ഷൻ 3. ഓക്കെ. Then section 4 includes academic medical center hospital standards. ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞു? മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ഹോസ്പിറ്റൽ, എന്താ മെഡിക്കൽ ഫെസിലിറ്റി, മെഡിക്കൽ സ്കൂളുകൾ നൽകുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ, മെഡിക്കൽ റിസർച്ചുകൾക്കും എഡ്യൂക്കേഷനൊക്കെ നൽകുന്ന ഹോസ്പിറ്റലുകളാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. അവരുടെ മാനദണ്ഡങ്ങൾ, അവർ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ്സ് മുതലായ കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് ചാപ്റ്ററിലും ഉള്ളത്. രണ്ട് ചാപ്റ്ററാണ് അവിടെ ഉള്ളത്. മെഡിക്കൽ പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് MP. അത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. ആ രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. MP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Then HRP എന്താണ് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും? ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാം. റിസർച്ച് ഒരെണ്ണം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും ഒരു സ്റ്റാൻഡേർഡ് ഒരു ചാപ്റ്റർ എന്തുമായി ഡീൽ ചെയ്യുന്നതാണ്? റിസർച്ചുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. അങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സെക്ഷൻ 4 വരുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? അത് സെക്ഷൻ 4 വരെ ഓക്കെ ആണോ? ഓക്കെ. അതില നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ 4 സെക്ഷനും എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോവാം. JCAയുടെ 5th എഡിഷൻ. നമ്മൾ 5th എഡിഷന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ 5th എഡിഷൻ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഒരെണ്ണം ആക്കിയത് കേട്ടോ, ഒരെണ്ണം ഇടികളഞ്ഞിരിക്കുക. JCAയുടെ 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിനുള്ളിൽ എത്ര സ്റ്റാൻഡേർഡ്സ് ആണ്? നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് എന്താ? സെക്ഷൻ തിരിച്ചു, അതിനുള്ളിൽ എന്ത് വന്നു എന്ന് നമ്മൾ പറഞ്ഞു? ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വരെയും പറഞ്ഞു അല്ലെ. ഇത്രയും നേരം നമ്മൾ അത്രയും വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ചാപ്റ്റേഴ്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഓരോ ചാപ്റ്ററിനുള്ളിലും എന്താ നമ്മൾ പറഞ്ഞത്? സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? മാനദണ്ഡങ്ങളാണുള്ളത് എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? അങ്ങനെ ഈ മൊത്തം ഈ 4 സെക്ഷനും കൂടി മൊത്തത്തില് എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നാ പറയുന്നേ? 285 സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ക്ലിയർ ആയോ? JCAയുടെ 5th എഡിഷനിൽ ഈ മൊത്തം 4 സെക്ഷനുകളിലും ഉൾപ്പെടുന്ന സ്റ്റാൻഡേർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 285 മാനദണ്ഡങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്പർ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താ? 1160 മെഷറബിൾ എലമെന്റ്സ്. എന്താ മെഷറബിൾ എലമെന്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞേ അളക്കാൻ പറ്റുന്ന അല്ലെ, അളക്കാൻ പറ്റുന്ന ഘടകങ്ങൾ, മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ്. ഒരു ക്വാളിറ്റി ആവാം, ടൈം അല്ലെ, ടൈംലിനെസ് ആവാം, ആക്യുറസി ആവാം, കോസ്റ്റ് ആവാം. നമ്മുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അവിടെ വരുന്ന ആക്സിഡന്റ് റേറ്റ് അല്ലെ, അവിടെ പോലെയുള്ള ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ, അതുപോലെ വരുന്ന സേഫ്റ്റി പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈന്റുകൾ, ഇതെല്ലാം അതിനുള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് ആണ്. അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡിന് സ്കോർ നൽകുന്നത്. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട് ഇവിടുത്തെ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്? 1160 മെഷറബിൾ എലമെന്റ്സ് ആണ് ഈ 5th എഡിഷനിൽ ഉള്ളത്. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? ഓക്കെ. രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കാം കേട്ടോ. റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. The standards will be re-examined and published at least every 3 years. ഇനി ഈ JCAയുടെ മാനദണ്ഡങ്ങള് അവര് പുനഃപരിശോധിക്കുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴും അവരെന്ത് ചെയ്യുന്നത്? പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തി പബ്ലിഷ് ചെയ്യുന്നു. എത്ര വർഷം കൂടുമ്പോഴാ? ഓരോ 3 വർഷം കൂടുമ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് പുനഃപരിശോധിച്ച് മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പൊ എപ്പോഴും അത് കൃത്യമായിട്ട് ഒരേ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള മെഷറബിൾ എലമെന്റ്സും സ്റ്റാൻഡേർഡും ആയിരിക്കില്ല അടുത്ത പബ്ലിക്കേഷൻ വരുമ്പോൾ കേട്ടോ. അടുത്ത പ്രാവശ്യം അവര് റീ എക്സാമിൻ ചെയ്ത് പുതിയ പബ്ലിക്കേഷൻ വരുമ്പോൾ ചിലപ്പോ അതിൽ സ്റ്റാൻഡേർഡുകളിൽ മാറ്റം വരാം, മെഷറബിൾ എലമെന്റ്സിൽ മാറ്റങ്ങൾ വന്നിരിക്കും.
ഓരോ 3 വർഷം കൂടുമ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പുനഃപരിശോധിച്ച് റീപബ്ലിഷ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? JCA സർവേ മെത്തഡോളജി, JCAയുടെ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. JCA വെറുതെ ഒരു സ്ഥാപനത്തിന് അവരങ്ങ് അംഗീകാരം കൊടുക്കോ? വെറുതെ ഒരു സ്ഥാപനത്തിന് അവർ വെറുതെ അങ്ങ് അംഗീകാരം കൊടുക്കോ? ഇല്ല. അവരെന്ത് ചെയ്യും? അതിനനുസരിച്ച് കൃത്യമായ കാര്യങ്ങള് നോക്കി മനസ്സിലാക്കിയിട്ടല്ല അവർ അംഗീകാരം കൊടുക്കുന്നേ. ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമമാണ് JCAയുടെ സർവേയുമായി ബന്ധപ്പെട്ട് ഈ മെത്തഡോളജി എന്ന് പറയുന്നത്. അതായത് തറോ സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷണൽ. നല്ല ഒരു സർവേ പ്രക്രിയ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അതിനവിടെ എന്ത് വേണം? സർവേ നടത്തണമെങ്കിൽ എന്ത് വേണം? സർവേ നടത്തണമെങ്കിൽ എന്ത് വേണം? സർവേ നടത്താനുള്ള ആളുകൾ വേണ്ടേ? അല്ലെ? ഒരു സർവേ ടീം വേണം. നമ്മുടെ വീടുകളിലൊക്കെ സർവേ നടത്താനായിട്ട് ആളുകൾ വരാറില്ലേ? അവരൊരു ടീമായിട്ടല്ലേ വരുന്നത്. 1 or 2 പേര് കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത് അല്ലെ? ഒരു സർവേ ടീം ഉണ്ടാവും. ആ സർവേ ടീമാണ് നമ്മുടെ വീടുകളിൽ സർവേ നടത്താൻ വരുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ JCA അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിലും അവർക്ക് എന്ത് വേണം? അതിനനുസരിച്ചുള്ളൊരു സർവേ ടീം വേണം. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ടിപ്പിക്കൽ സർവേ ടീം includes a physician, nurse and administrator. ആരൊക്കെയാണ് അവരുടെ സർവേ ടീമിലുള്ളത്? ഇൻക്ലൂഡ് ഫിസിഷ്യൻ, ഒരു ഫിസിഷ്യൻ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. ഒരു ഫിസിഷ്യൻ, നേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ, ഇവരാണ് ആ ഒരു ടിപ്പിക്കൽ സർവേ ടീമിലുള്ള ആളുകൾ. ഇവരെയാണ് നമ്മൾ സർവേയേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ? സർവേ എടുക്കുന്ന ആളുകളെല്ലാം നമ്മൾ സർവേയേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അവരെയാണ് നമ്മൾ സർവേയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സർവേയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പിക്കൽ ടീമാണ് കൃത്യമായിട്ട് ആ സ്ഥാപനങ്ങളെ പരിശോധിക്കുന്നതും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് മനസ്സിലാക്കി അവർക്ക് അംഗീകാരങ്ങൾ നൽകുന്നത്. നോക്കിയേ, surveyors assess various units within an organization and discuss their findings. ഇനി ഈ സർവേയേഴ്സ് എന്ത് ചെയ്യും? ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യും? വിവിധ യൂണിറ്റുകൾ അല്ലെ, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള വിവിധ യൂണിറ്റുകളെ പരിശോധിക്കും അല്ലെങ്കിൽ വിലയിരുത്തുകയും അതിനനുസരിച്ച് അവരുടെ ഡിസ്കഷൻ എന്താ, അവരുടെ കണ്ടെത്തലുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ഇവരൊരു സർവേ ടീമായിട്ടാണ് പോയിരിക്കുന്നതെങ്കിലും അവരെന്ത് ചെയ്യും? പല പല ഭാഗങ്ങൾ നമ്മുടെയൊക്കെ അവിടെയല്ലേ, വീട്ടിലൊക്കെ അങ്ങനെയല്ലേ വരാ അല്ലെ. ഇവരൊരു ടീമാണെങ്കിൽ കൂടി ചിലപ്പോൾ 2 പേര് ഒരു ഭാഗത്തേക്ക് പോകും, 2 പേര് മറ്റൊരു ഭാഗത്തേക്ക് പോകും. എല്ലാവരും ഒരുമിച്ചാണോ വരണേ? അല്ലല്ലേ. ഒരുമിച്ച് ആ ഒരു വർക്ക് വേഗം തീർക്കാൻ വേണ്ടി അവരങ്ങനെയല്ലേ ചെയ്യാം? 2 പേര് ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത 2 പേര് മറ്റൊരു ഏരിയയിലേക്ക് പോകും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയും ആ ഒരു ടിപ്പിക്കൽ സർവേ ടീം എന്ത് ചെയ്യും? ഒരു ഹോസ്പിറ്റലിലാണ് അവർ പോകുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അപ്പൊ പല വിവിധ തരത്തിലുള്ള അങ്ങനെയുള്ള വിഭാഗം അല്ലെങ്കിൽ ആ യൂണിറ്റുകളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് ഈ സർവേയേഴ്സ് പോവുകയും ഇനി അവർക്ക് കിട്ടിയ കണ്ടെത്തലുകൾ അല്ലെ, അവർ ഓരോ ഭാഗത്തു നിന്നും അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നുള്ളത്. ആ കണ്ടെത്തലുകൾ അവർ എന്ത് ചെയ്യും? ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തും. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? എന്ത് ചെയ്യും? പലതരത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ ഈ യൂണിറ്റുകൾ പോയി സന്ദർശിച്ച് പരിശോധനകളൊക്കെ നടത്തി വിലയിരുത്തി അവരുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് അവരെന്ത് ചെയ്യും? ചർച്ച നടത്തും. ആൻഡ് സർവേ കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്. ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കെയർ പ്രോസസ് അല്ലെങ്കിൽ എന്താ പരിചരണ പ്രക്രിയ അല്ലെ, അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത് അല്ലെ. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ അതിനുവേണ്ടി ആ സ്ഥാപനത്തിൽ നടക്കുന്ന പരിചരണ പ്രക്രിയ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അത് നല്ല ഇന്റഗ്രേഷനോടുകൂടി അല്ലെങ്കിൽ സംയോജനത്തോടു കൂടി നല്ല കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയാണോ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരങ്ങൾ എന്ത് ചെയ്യും? അവര് അനലൈസ് ചെയ്യും അല്ലെങ്കിൽ അസസ് ചെയ്ത് അതിനെ വിലയിരുത്തിയിട്ടാണ് അവർ എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായ സർവേകൾ നടത്തി ആ സർവേകളിൽ നിന്ന് മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളും അവർ ചർച്ച ചെയ്ത് അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പരിചരണ പ്രക്രിയയിലുള്ള ഗുണനിലവാരവും അവിടുത്തെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സംയോജിച്ചുകൊണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള സംയോജനവും ഏകോപനവും അല്ലെങ്കിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സർവേകൾ നടത്തുന്നതിലൂടെ
കൂടെ അവരതിനെ വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നുള്ളൂ. ക്ലിയർ ആണോ? JCA സർവേ മെത്തഡോളജിയുടെ അത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സർവേകൾ നടത്തുന്നു പറഞ്ഞു അല്ലെ. ഇനി എങ്ങനെയാണ് അക്രഡിറ്റേഷന് വേണ്ടി സർവേ നടത്തുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ്, നമ്മുടെ വീടുകളിലാണെങ്കിലും അവരെന്താ ചെയ്യാ, നമ്മളോട് നേരിട്ട് വന്ന് ചോദിക്കാറുണ്ട് അല്ലെ. നമ്മളോട് നേരിട്ട് വന്ന് ചോദിച്ച് സർവേ എടുക്കാറില്ലേ? എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തില് അവർ നേരിട്ട് ചെന്നിട്ട് അവിടെയുള്ള പേഷ്യൻസിനോടും സ്റ്റാഫുകളോടും എന്ത് ചെയ്യും, ഇന്റർവ്യൂസ് നടത്തും. അവരോട് അഭിമുഖങ്ങൾ നടത്തി അവരിൽ നിന്നുള്ള വെർബൽ ഇൻഫർമേഷൻസ്, എന്താ വെർബൽ ഇൻഫർമേഷൻസ് പറഞ്ഞാൽ വാക്കാലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യും, അവര് കണക്കിലാക്കി പരിശോധനകൾ നടത്തും. എന്ത് ചെയ്യും, അത് വിശകലനം ചെയ്യാം. അപ്പൊ നേരിട്ട് അവരെന്ത് ചെയ്യുന്നു, അവിടെ ഉള്ള പേഷ്യൻസിനോട് അവിടെയുള്ള ജീവനക്കാരോട് അല്ലെ, അവരിൽ നിന്ന് കുറെ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടില്ലേ, ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അഭിമുഖം നടത്തുമ്പോ. അപ്പൊ അങ്ങനെ അഭിമുഖം നടത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അവര് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പരിശോധിക്കും. രണ്ടാമത്തതായിട്ട് ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. എന്താണ് ഓൺ സൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നേരിട്ട് കണ്ട് അല്ലെ, നേരിട്ട് കണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഓൺ സൈറ്റ് ഒബ്സർവേഷൻ പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്. സർവേയേഴ്സ് എന്ത് ചെയ്യും, അവിടെ നേരിട്ട് ചെന്ന് ഓരോ കാര്യങ്ങളും കണ്ട് നിരീക്ഷിച്ച് അവിടുത്തെ രോഗീ പരിചരണ പ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കും. ക്ലിയറായോ? രണ്ടെണ്ണം ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞു പേഷ്യൻസിനോടും സ്റ്റാഫുകളോടും നേരിട്ട് അഭിമുഖങ്ങൾ നടത്തി അവരിൽ നിന്നുന്ന വെർബൽ ഇൻഫർമേഷൻസ് വാക്കാലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യും. രണ്ടാമതായിട്ട് ഈ സർവേയേഴ്സ് നേരിട്ട് ആ സ്ഥാപനത്തിൽ നടത്തുന്ന രോഗീ പരിചരണ പ്രക്രിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, നേരിട്ട് കണ്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നേരിട്ട് കണ്ടത് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. മൂന്നാമതായിട്ട് the policies, procedures, clinical practice guidelines and other documents provided by the organization. ഇനി ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആ സ്ഥാപനം നൽകുന്ന പോളിസികള്, നയങ്ങള്, നടപടിക്രമങ്ങൾ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിവരങ്ങൾ ഇവര് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്ന ആ ഒരു JCക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ ഇല്ലേ? അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഡോക്യുമെന്റ്സ്, റെക്കോർഡ് മുതലായ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇവര് എന്താ ചെയ്യുന്നത്, കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ പ്രൊവൈഡഡ്, സ്ഥാപനം നൽകിയിട്ടുള്ള പോളിസികള്, നയങ്ങള്, നടപടിക്രമങ്ങള്, ക്ലിനിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങള്, മറ്റ് ഡോക്യുമെന്റ്സ് മുതലായ എല്ലാ കാര്യങ്ങളും ഇവരെന്ത് ചെയ്യും, പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്നത് വഴി അവർക്ക് എന്താ മനസ്സിലാവുന്നത്, അവരിവിടെ നേരിട്ട് പോയിട്ടുണ്ട്, അവിടെയുള്ള സ്റ്റാഫുകളോടും പേഷ്യൻസിനോടും ഇന്റർവ്യൂ വഴി ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അവരവിടെ കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു കെയർ കൊടുക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സ് എല്ലാം നല്ല രീതിയിൽ ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് എന്ത് കൊടുക്കുക, അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ഭാഗം കൂടിയുണ്ട്, അതും കൂടി എടുത്തേക്കട്ടെ. ജസ്റ്റ് ഒരു ഭാഗമുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞത് കണക്ട് ചെയ്ത് വെച്ച് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഇനി നമുക്ക് ആ ഒരു സർവേ നടത്തി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലങ്ങള് സ്കോർ ചെയ്യും അല്ലെ, സ്കോർ കൊടുക്കും നമ്മൾ പറഞ്ഞു അല്ലെ. സ്കോർ നേടിയല്ലേ ഓരോ സ്റ്റാൻഡേർഡിനും ഇത്ര സ്കോറുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ. അതിനെ ജസ്റ്റ് നിങ്ങൾ ഇത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ. ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. നോക്കി, ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. എന്താ, ഓരോ സ്റ്റാൻഡേർഡിനും ഇവർക്ക് ഈ അക്രഡിറ്റേഷന് വേണ്ടി ഇവരെ പരിഗണിക്കണമെങ്കിൽ അവർക്ക് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് എത്ര സ്കോർ വേണം എന്നാ പറഞ്ഞേ, അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ അത്? ദെൻ ഓരോ ചാപ്റ്റർ, ഒരു സ്റ്റാൻഡേർഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞ അറ്റ്ലീസ്റ്റ് അവർക്ക് എത്ര മാർക്കെങ്കിലും വേണം, സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം, 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നെങ്കിൽ ഓരോ ചാപ്റ്ററിനും അറ്റ്ലീസ്റ്റ് അവർക്ക് എത്ര സ്കോർ വേണം,
സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവരെ പരിഗണിക്കുള്ളൂ ആ അക്രഡിറ്റേഷൻ ഇതിലേക്ക് കേട്ടാ. നോക്കിയേ, ഇനി എല്ലാ സ്റ്റാൻഡേർഡ്സും എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ചെയ്യുമ്പോൾ, ടോട്ടൽ ടുഗദർ ആവറേജ് എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ചെയ്യുമ്പോൾ അവിടെ എത്ര കിട്ടണം? ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9 സ്കോർ കിട്ടിയിരിക്കണം, 9 സ്കോർ എങ്കിലും കിട്ടിയിരിക്കണം. And all measurable elements are averaged to obtain the score for the standard. നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്ന കാര്യം എന്താ? ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടണമെങ്കിൽ അതെന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാ? ഈ മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ടല്ലേ അല്ലെ? അതിന് കീഴിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ടല്ലേ? അപ്പൊ ഈ മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടുന്നത്. ക്ലിയർ ആയോ? ഒരു മെഷറബിൾ എലമെന്റ്സ്, ആ സ്റ്റാൻഡേർഡിനുള്ളിൽ വരുന്ന എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് എടുക്കുന്നത് വഴിയാണ് നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടുക? ഏതിന്റെ സ്കോറാ കിട്ടുക? മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുക്കുമ്പോ ഏതിന്റെ സ്കോർ കിട്ടും? സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും അല്ലെ? സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. അത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഒരു സ്റ്റാൻഡേർഡിന് അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും വേണം എന്നാ പറഞ്ഞേ? 5 പോയിന്റ് എങ്കിലും വേണം, 5 സ്കോർ എങ്കിലും വേണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഒരു ചാപ്റ്റർ ആണ് പറഞ്ഞത്. ചാപ്റ്റർ ആണെങ്കിൽ ചാപ്റ്ററിന് അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡിന്റെ സ്കോർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആവറേജ് ചെയ്തെടുക്കുമ്പോ അത് എത്രയെങ്കിലും വേണം? അറ്റ്ലീസ്റ്റ് 9 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ ഈ എല്ലാ മെഷറബിൾ എലമെന്റ്സും ആവറേജ് ചെയ്താണ് നമ്മൾ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ലഭ്യമാക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 2 പോയിന്റ് ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞു ഓരോ മെഷറബിൾ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യും? സ്കോർ എടുക്കും അല്ലെ? അതിന്റെ ആവറേജ് എടുത്തല്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് കണക്കാക്കുന്നത് അല്ലെ? അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നോക്കി, അതിലെ എല്ലാ മെഷറബിൾ എലമെന്റ്സും കൃത്യമായിട്ട് അവര് പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര സ്കോർ കൊടുക്കണം? 10 സ്കോർ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? പാർഷ്യലി മെറ്റ്, ഭാഗികമായിട്ടാണ് ഈ എലമെന്റ്സിൽ, ഭാഗികമായിട്ടാണ് അവർ ആ പ്രവർത്തനങ്ങൾ. ഫുൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 കൊടുക്കാം. ഭാഗികമായിട്ടുള്ളതാണെങ്കിലോ പാർഷ്യലി മെറ്റ് ആണ്, എല്ലാം പൂർണ്ണമായിട്ടൊന്നും ശരിയാവുന്നില്ല, പകുതി ഭാഗികമായിട്ട് കിട്ടുന്നുള്ളെങ്കിൽ അതിന് എത്ര മാർക്ക് കൊടുക്കണം? എത്ര സ്കോർ കൊടുക്കണം? 5 സ്കോർ കൊടുക്കാം. ഇനി ഒട്ടും ഒന്നും എന്താണ് ചെയ്യുന്നില്ലെങ്കിലോ, ഒന്നും ശരിയായിട്ടില്ലെങ്കിലോ, ഒന്നും നിറവേറ്റുന്നില്ലെങ്കിലോ എത്ര മാർക്ക് കൊടുക്കാം? മാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 0 മതി അല്ലെ? ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നോക്കി, ഇനി താഴെ പറയുന്ന രണ്ടും നിങ്ങൾക്ക് ഇനി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡിന്റെ സ്കോർ എടുക്കുന്നത് എന്തിന്റെ ആവറേജിൽ നിന്നാണ്? എന്തിന്റെ ആവറേജിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡിന്റെ സ്കോർ എടുക്കുന്നത്? 2 പോയിന്റ് കൂടി ഉള്ളൂ, വേഗം കഴിയും. എന്താ ഇതിന്റെ ഒരു ആൻസർ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. നമ്മൾ സ്റ്റാൻഡേർഡിന്റെ സ്കോർ എടുക്കുന്നത് എന്ത് ആവറേജ് ചെയ്താണ്? മെഷറബിൾ എലമെന്റ്സ്. വെരി ഗുഡ്. മെഷറബിൾ എലമെന്റ്സ് ആവറേജ് ചെയ്താണ് നമ്മൾ സ്റ്റാൻഡേർഡിന്റെ സ്കോർ എടുക്കുന്നത്. ഈ സ്റ്റാൻഡേർഡിന്റെ മുകളിലുള്ളത് ആരാ? സ്റ്റാൻഡേർഡിന്റെ മുകളിലുള്ളത് ആരാ? നിങ്ങൾ അങ്ങനെ ഹൈറാർക്കി ഒരു സ്റ്റെപ്പ് ആയിട്ട് ഓർത്ത് നോക്കിയേ. വെരി ഗുഡ്, ചാപ്റ്റേഴ്സ്. അപ്പൊ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടണമെങ്കിൽ എന്തിന്റെ ആവറേജ് എടുക്കണം? എന്തിന്റെ ആവറേജ് എടുക്കണം? ചാപ്റ്റേഴ്സിന്റെ, മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്ത് നമുക്ക് അതിന്റെ മുകളിലുള്ള സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. ഇനി സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്തിന്റെ മാർക്ക് കിട്ടും? എന്തിന്റെ സ്കോറാണ് കിട്ടുക? സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്താല് സ്റ്റാൻഡേർഡിന്റെ മുകളിലുള്ളത് ഏതാ? ചാപ്റ്റേഴ്സിന്റെ കിട്ടും അല്ലെ? ക്ലിയർ ആയോ? അത്രയും ഓക്കെ ആണോ? ഏറ്റവും താഴെയുള്ളത് മെഷറബിൾ എലമെന്റ്സ് ആണ്. ആ മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് അതിന് മുകളിലുള്ള ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി ഈ ചാപ്റ്റേഴ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സ്കോർ കിട്ടും. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ അല്ലെ? സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുക്കുന്നത് വഴിയാണ് നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടുന്നത്. ഇനി ഈ എല്ലാ ചാപ്റ്ററിന്റെയും ആവറേജ് എടുക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സ്കോർ കിട്ടുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു JC എന്ന് പറയുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നാബ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇത്രയും ഭാഗം
ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ, നെക്സ്റ്റ് ക്ലാസ് അടുത്ത ആഴ്ചയായിരിക്കും അല്ലെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.